Good morning, all. Good morning, ma'am. Okay. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇന്റർവ്യൂ വരെയായിരുന്നു അല്ലെ? എക്സാമിന് മുമ്പായിട്ട് അല്ലെ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. ഇന്റർവ്യൂ വരെയല്ലേ നമ്മൾ കഴിഞ്ഞത്? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ ആരൊന്നും സംസാരിക്കാത്തെ? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം അറ്റൻഡ് ചെയ്തോ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? ഓക്കെ ആയിരുന്നോ? ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടിക്കാണോ അല്ലെ? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൻസർ നിങ്ങൾക്ക് അറിയാം, കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതൊക്കെ ഓർമ്മയിൽ വെക്കാം. അതേപോലെ ആയിരിക്കും മെയിൻ എക്സാമിനും വരാനുള്ള ചാൻസ് കേട്ടോ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്ന പോർഷൻ മുതലാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണ്? ചില ജോബുകൾക്ക് കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ഡിമാൻഡ് ചെയ്യും നമ്മൾ ത്രൂ ഫിസിക്കൽ എക്സാമിനേഷൻ ത്രൂ കടന്നു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മേ ബി നമ്മൾ ഇപ്പൊ ഫോഴ്സിലേക്കുള്ള ഒരു ജോബ് ആണെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ കേട്ടിട്ടില്ലേ നിങ്ങള്? മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്, മെഡിക്കൽ എക്സാമിനേഷൻ കഴിയണം എന്നൊക്കെ പറയില്ലേ? ദാറ്റ്സ് ഇറ്റ്. അത് തന്നെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ചെറിയ ജോബുകൾക്ക് പറയും ഇങ്ങനെ എക്സാമിനേഷൻസ് ഉണ്ട്, അതിലൂടെ അത് പാസ്സായാൽ മാത്രമേ നമുക്ക് ആ ജോബ് കിട്ടുള്ളൂ. മെയിൻ ആയിട്ട് ഫോഴ്സിലേക്കൊക്കെ ഉള്ള ജോബിനാണ് ഫിസിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആയിട്ട് പറയാറ്. നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ എക്സാമിനേഷൻ. There are jobs that necessitate uncommon strength, tolerance and endurance. നമ്മൾ സാധാരണ ജോബ് ചെയ്യുന്നതിലും സ്ട്രെങ്ത്തും സഹിഷ്ണുതയും അതിന് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും ഈ ജോബുകൾക്ക് കൂടുതലായിരിക്കും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഏതായിരുന്നു? ഫോഴ്സ്, അല്ലെങ്കിൽ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ പോലീസ്, ഫയർഫോഴ്സ്, അങ്ങനത്തെ ഫോഴ്സിലേക്കുള്ള യൂണിഫോം ജോബുകൾ ഉണ്ടല്ലോ, ആ ജോബുകൾക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് അത് പാസ്സായവർക്ക് മാത്രമേ ആ ജോബ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മിലിറ്ററി, നേവി അതേപോലുള്ള ജോബുകൾക്കും സെയിം ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട്. A candidate's medical and or physical examination will help in examining whether or not they propose these required attributes or skills. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ എന്തുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്? നമ്മളുടെ കാൻഡിഡേറ്റ്സിന് ഈ പറഞ്ഞ സ്കിൽസ് ഉണ്ടോ, അവർക്ക് ആ കാര്യം ചെയ്യാനുള്ള സ്ട്രെങ്തും കപ്പാസിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഇറ്റ് ഹൈലൈറ്റ് ദ ഫ്ലോ നോട്ട് ആസ് ദ റീസൺ ഫോർ ഡിസ്മിസൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല കാൻഡിഡേറ്റ്സിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള എയിം. ബട്ട് ആസ് ഹെൽപ്ഫുൾ ടൂൾ ഫോർ സെലക്ടിങ് ആൻഡ് ട്രാൻസ്ഫറിങ് കാൻഡിഡേറ്റ്സ് ആസ് പെർ ദർ എബിലിറ്റി. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതേപോലുള്ള ജോബുകളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, നമ്മളിപ്പോ പറയും അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സിലേക്കൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫിസിക്കൽ എഫേർട്ട് കുറവുള്ള ജോബുകളിലേക്ക് അവരെ മാറ്റാൻ ഫിസിക്കൽ എക്സാമിനേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പോലീസിലൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയ ഡിസബിലിറ്റീസ് വന്നെന്ന് വിചാരിക്കും, അപ്പൊ അവർക്ക് ഫീൽഡ് വർക്ക് കുറവായിരിക്കും, അവർക്ക് ഓഫീസ് ഡ്യൂട്ടിയിലേക്ക് പോകും. The physical health of the candidates is examined either by the company's physician or by a
മെഡിക്കൽ ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദ കമ്പനി. ഇപ്പൊ കമ്പനിയൊക്കെ സംബന്ധിച്ച് ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് കമ്പനിയുടെ ഓൺ ഫിസിഷ്യൻ ആയിരിക്കും. മിക്ക മൾട്ടിനാഷണൽ കമ്പനീസിനൊക്കെ സ്വന്തമായിട്ട് സ്വന്തം ഫിസിഷ്യനൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫിസിഷ്യനായിരിക്കും ഇവർ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ കമ്പനി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ വ്യക്തിയായിരിക്കും ഈ ഫിസിക്കൽ എക്സാമിനേഷൻ എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. കാൻഡിഡേറ്റ്സ് ഗോ ത്രൂ a physical fitness test after selection decision. ഈ സെലക്ഷൻ ഡിസിഷൻ കഴിഞ്ഞതിന് ശേഷം കാൻഡിഡേറ്റ്സ് ഈ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ടെസ്റ്റിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ബിഫോർ ദ ജോബ് ഈസ് ഓഫർ ഇസ് മെയ്ഡ്. ആ ജോബ് ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഫിസിക്കൽ ഫിറ്റ്നസിന് പോയിരിക്കായിരുന്നു ജോബിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. PSCക്ക് എഴുതുന്ന വ്യക്തികൾ കൂടുതലായിട്ട് പറയുന്ന ഒരു പേരാണ് ഫിസിക്കൽ ഫിറ്റ്നസ് കൂടി പാസ്സാവണം എന്നൊക്കെ. Usually, a job offer is based on the condition that whether or not an applicant is physically fit. ജോബ് ഓഫർ എപ്പോ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുക, ആ ഒരു വ്യക്തി, ആ ഒരു ആപ്ലിക്കേറ്റ് ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ആ ജോബ് ഓഫർ കൊടുക്കുന്നത്. ദ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് റിസൾട്ട് റെക്കോർഡ് ഇൻ സ്റ്റേറ്റ്മെന്റ്. ഈ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ടെസ്റ്റ് റിസൾട്ട് ഉണ്ടല്ലോ അത് നമ്മൾ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ജോബ് കൊടുത്തത്, ഇനി ആ ജോബ് നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്താണ്, ഫിസിക്കലി ഫിറ്റ് ആയിരുന്നു, ആ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഫിസിക്കലി ഫിറ്റ് ആയിരുന്നു, നമുക്ക് തെളിവായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് കെപ്റ്റ് ഇൻ പേഴ്സണൽ റെക്കോർഡ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്. അത് നമ്മൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് റിസൾട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ റെക്കോർഡിൽ സൂക്ഷിക്കും. As a result, physical examination is the most useful form of selection. ഞാൻ പറഞ്ഞ പോലെ ഫോഴ്സിലേക്കൊക്കെ ഉള്ള ജോബുകളിൽ ഫിസിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ സ്ട്രെങ്ത് കൂടുതൽ ആവശ്യമുള്ള ഫിസിക്കൽ എഫേർട്സ് ആൻഡ് സ്ട്രെങ്ത് ആവശ്യമുള്ള ജോബുകളിലേക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ കമ്പൽസറി ആണ്. Most useful form of selection, whether physical strength is almost important. Physical strength കൂടുതൽ ആവശ്യമുള്ള ജോബുകളിൽ, കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബുകളിൽ കമ്പൽസറി ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇനി മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. There are various methods of physical examination. ഫിസിക്കൽ എക്സാമിനേഷൻ കുറച്ച് വേരിയസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ നോക്കുന്നത് 4 മെത്തേഡ്സ് ആണ്. മെയിൻ ആയിട്ട് നമ്മൾ 4 മെത്തേഡ്സ് ആണ് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഡ്രഗ് ടെസ്റ്റിംഗ്. ഡ്രഗ് ടെസ്റ്റിംഗ് വെച്ചാൽ ഈ പേഷ്യന്റ് ഡ്രഗ്സ് കഴിക്കുന്ന ആളാണോ, അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കമ്പനീസിൽ ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇന്നത്തെ യൂത്ത് അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നവര് എല്ലാവരും എന്താ പറയാ ഫിസിക്കലി ഫിറ്റ് അല്ല. ചില ആൾക്കാരെ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ ഗുഡ് വില്ലിനെ അത് അഫക്ട് ചെയ്യും. സോ ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ഡ്രഗ്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരെ ആയിരിക്കും അവർ കമ്പനി എന്ത് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ. കാരണം ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. ആ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത്തും ഫിറ്റ്നസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് HIV ആൻഡ് AIDS ടെസ്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് HIV, AIDS പോലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യും. കാരണം അത് മറ്റൊരു വ്യക്തിയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ചില കമ്പനിയിലെ എംപ്ലോയീസ് HIV ഉള്ള പേഷ്യൻസിന്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം കാണിക്കില്ല. അതുകൊണ്ടാണ് ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് വേണ്ട. പിന്നെ ജനറ്റിക് ടെസ്റ്റിംഗ്. ഹെറിഡിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്, എന്തെങ്കിലും ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതാണ് എന്താ ജനറ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇൻഹെറിറ്റന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഫിസിക്കൽ എക്സാമിനേഷനും മെത്തേഡ്സ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷനും ആണ്. ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും.
റീഡ് ചെയ്തിട്ട് പറയണേ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് ഡ്രഗ് ടെസ്റ്റിംഗ് എന്നാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം ഡ്രഗ്സ് ടെസ്റ്റ് എന്താണുള്ളത്. പ്രീ എംപ്ലോയ്മെന്റ് ഡ്രഗ് ടെസ്റ്റിംഗ് ഈസ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് പ്രോഗ്രാം. പ്രീ എംപ്ലോയ്മെന്റ് ജോലി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ ഡ്രഗ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്നുള്ളത് ഇപ്പൊ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകളിൽ കണ്ടുവരുന്ന ഒരു ടെസ്റ്റ് ആണ്, ഫിസിക്കൽ എക്സാമിനേഷൻ ആണത്. For human resource and safety practitioners, drug test has been become a crucial workplace safety problem. കാരണം ഈ ഡ്രഗ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ നമ്മുടെ മറ്റ് എംപ്ലോയീസ് നമ്മൾ ഒരു എന്താ പറയാ അൺസേഫ് ആണ് അല്ലെ, മറ്റ് എംപ്ലോയീസിനത് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും വരാനുള്ള കാരണമാണ്. The vast majority, 1 minute ആണ്. The vast majority of Fortune 500 corporations conduct drug test as one of the method of physical examination. അഞ്ഞൂറിലധികം കോർപ്പറേഷൻസ് ഇത് ഡ്രഗ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഫിസിക്കൽ എക്സാമിനേഷന്റെ ഭാഗമായിട്ട് ഡ്രഗ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. റെഡ്യൂസിംഗ് ദ നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ദ സബ്സ്റ്റൻസ് അഡിക്ഷൻ in workplace is the main objectives of the drugs test. കാരണം നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആ എംപ്ലോയീസിന് വരാനുള്ള കാര്യമുണ്ട്. നമ്മൾ പോസിറ്റീവിനേക്കാൾ കൂടുതൽ ഒരുപാട് നെഗറ്റീവ് എഫക്ട്സ് ഉണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ ഡ്രഗ്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിലുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ്വില്ല് നഷ്ടമാണ്. നമ്മുടെ മറ്റ് എംപ്ലോയീസിന് അത് റിസ്ക് ആണ്. അവര് കറക്റ്റ് ആയിട്ട് വരില്ല, ജോബിന് വരില്ല, ഫ്രോഡ് കാണിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ല, അവര് ക്രൈമുകള് അല്ലെങ്കിൽ ക്രൈംസും കാര്യങ്ങളും ചെയ്യും, വയലൻസും കാര്യങ്ങളും ഇവരിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഡ്രഗ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് അത് ഡ്രഗ്സ് ടെസ്റ്റ് നെഗറ്റീവ് ആയവരെ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനി ഹയർ ചെയ്യുന്നത്. Reducing the negative effects of substance addiction in workplace is the main objective of drugs testing. Negative effect can be in the form of absenteeism, tiredness, turnover, attitude issues, fraud, lower productivity, crime, and violence. ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. അവർ ആബ്സെന്റ് ആവൽ കുറവ്, ആബ്സെന്റ് ആയിരിക്കും കൂടുതൽ ടൈമും, ഭയങ്കര കാലതാമസമായിരിക്കും, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഭയങ്കര കാലതാമസമായിരിക്കും. ടേൺ ഓവർ എന്ന് പറയുന്നത് അവർക്ക് ഒഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അവരിപ്പോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മേ ബി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആറ്റിറ്റ്യൂഡ് ഇഷ്യൂ, അവരുടെ സ്വഭാവം കാര്യങ്ങളൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. ഫ്രോഡ് കാണിക്കും, കാരണം അവർക്ക് ഫണ്ടും കാര്യങ്ങളും വേണം. സോ കമ്പനിയുടെ ഫണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ലോ പ്രൊഡക്ടിവിറ്റി, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അവർ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല. ക്രൈം ആൻഡ് വയലൻസ് കൂടുതലായിരിക്കും. ഇനി employers are aware that the ability of the person to perform the job effectively and efficiently get reduced with the use of illegal drugs. അപ്പോൾ ചെറിയ വ്യക്തികളാണെങ്കിലും ഭയങ്കരമായിട്ട് ഇല്ലീഗൽ എന്താ പറയാ നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് തന്നെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, കമ്പനി സൈഡിൽ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, സാധാരണയായിട്ട് അവരിൽ നിന്ന് എഗ്രിമെന്റ് ഒക്കെ വാങ്ങിക്കും. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവരുടെ ബ്ലഡില് ആ ഒരു റിസൾട്ട് കാണുകയാണെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് എന്ത് വാങ്ങിക്കും, ഒരു എഗ്രിമെന്റിലേക്ക് വരും. ഡ്രഗ്സ് യൂസ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിലും അതിന്റെ നഷ്ടവും അല്ലെങ്കിൽ ഇവിടുത്തെ എംപ്ലോയീസിന് എന്തെങ്കിലും ദോഷമോ അങ്ങനെ എന്തെങ്കിലും വരുത്താണെങ്കിൽ അതിന് ഫുൾ കോമ്പൻസേഷൻ ആര്, ഈ എംപ്ലോയി തന്നെ പേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ഒരു എഗ്രിമെന്റ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ സാധാരണയായിട്ട് കമ്പനികൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന എംപ്ലോയീസിനെ എന്ത് ചെയ്യാറില്ല, ഹയർ ചെയ്യാറില്ല. Employer will be the responsible in where a drugs abusing employee cause harm to other or
to the company's property. ഈ ചില എംപ്ലോയീസ് ചിലപ്പോൾ ഡ്രഗ്സ് ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്തപ്പോ ഓക്കെ ആയിരിക്കാം, പക്ഷെ അവര് കമ്പനിയിൽ വന്നതിന് ശേഷം ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇല്ലീഗൽ ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയിലെ മറ്റ് എംപ്ലോയീസിന് അത് ദോഷമായിട്ട് വരാം, അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? എംപ്ലോയർക്കാണ്, കമ്പനിയുടെ ഓണർക്കാണ്. Many employer demand that job candidates undergo drug test. അതുകൊണ്ടാണ് മിക്ക എംപ്ലോയീസും പറയുന്നത് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഡ്രഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് ചെയ്യണം. എംപ്ലോയർ ഹാവ് ദ ഒപ്പീനിയൻ ടു റിജക്ട് ദ കാൻഡിഡേറ്റ് ഹു റെഫ്യൂസ് ടു അണ്ടർഗോ ഡ്രഗ്സ് ടെസ്റ്റ്. അതേപോലെ തന്നെ ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാത്ത എംപ്ലോയീസിനെ റിജക്ട് ചെയ്യാനും ഇപ്പൊ എംപ്ലോയേഴ്സ് തയ്യാറാണ്. കാരണം ഇപ്പൊ നമുക്ക് ചിലപ്പോൾ പറയും, ചില ആൾക്കാർ ഭയങ്കര ഡ്രഗ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യും, അതാണ് അവർക്ക് നല്ല കഴിവുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ കമ്പനിയുടെ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലൈഫും റിസ്ക് ചെയ്തുകൊണ്ട് ഒരു എംപ്ലോയറും എന്ത് ചെയ്യില്ല, ഈ ഒരു റിസ്ക് ഏറ്റെടുക്കില്ല. കാരണം അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും? എംപ്ലോയർ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എംപ്ലോയേഴ്സ് പറയുന്ന എല്ലാ കാൻഡിഡേറ്റ്സും ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡ്രഗ്സ് ടെസ്റ്റ് ചെയ്യാൻ വിസമ്മതിക്കുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടാവും. അങ്ങനെയുള്ളവരെ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യാണ്? നേരിട്ട് റിജക്ട് ചെയ്യാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്താണ് ഡ്രഗ്സ് ടെസ്റ്റ് എന്നൊന്ന് വായിച്ചു നോക്കി. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ്. സ്ട്രെങ്ത്തും ഫിസിക്കൽ ഫിറ്റ്നസും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കാൻഡിഡേറ്റ്സ് ഫിസിക്കലി ഫിറ്റ് ആണോ ആ ജോബ് ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. It is important for the employer to examine the strength or fitness of the candidate for physically demanding job. Physical strength കാര്യങ്ങളും വേണ്ട ജോബുകൾക്ക് എംപ്ലോയീസ് എന്താ പറയാ, ഫിസിക്കൽ ഡിമാൻഡ് ചെയ്യുന്ന ജോബുകൾക്ക് എംപ്ലോയീസ് ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് ആണത്. ഓൾമോസ്റ്റ് മെയിൻലി ഞാൻ പറഞ്ഞു ഫോഴ്സിലേക്കുള്ള ജോബുകൾക്കാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് കണ്ടക്ട് ഫിറ്റ്നസ് ടെസ്റ്റ് ഫോർ ദർ കാൻഡിഡേറ്റ്സ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് പോലീസ് ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ടെസ്റ്റിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കമ്പൽസറി ആണ്. ഫോർ സ്റ്റീൽ വർക്കേഴ്സ്, വേറെ ജോബുകളെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റീൽ വർക്കേഴ്സ്, അണ്ടർ വാട്ടർ ഡിമോളിറ്റേഷൻ ഡ്രൈവേഴ്സ്, നമ്മൾ കടലിന്റെ അടിയിലേക്ക് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന എംപ്ലോയീസ്, വർക്കേഴ്സ് ഡ്രൈവേഴ്സ്. പിന്നെ ടെലിഫോൺ ഒരു ഔട്ട്ഡോർ ക്രാഫ്റ്റ് വർക്കേഴ്സ്, ഈ ടെലിഫോൺ ടവർ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ വർക്കുകൾ ചെയ്യേ, അങ്ങനെയുള്ള വർക്കേഴ്സ് എന്ന് വെച്ചാൽ അത്രയും റിസ്കി ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വർക്കേഴ്സിന് കമ്പൽസറി നമ്മൾ എന്ത് കണ്ടക്ട് ചെയ്യണം? ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യണം. ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ അവർ നമ്മൾ ടേക്ക് ചെയ്യുള്ളൂ. Studies have shown that strength and fitness are positively linked to good training completion. ഈ സ്ട്രെങ്ത്തും ഫിറ്റ്നസും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രെയിനിങ് എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. Negatively related to occurrence of
ലോവർ ബാക്ക് ഇഞ്ചുറി അല്ലെങ്കിൽ ട്രെയിനിങ്ങും പ്രോപ്പറായിട്ട് ട്രെയിനിങ് ഇല്ല, ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അവർക്ക് ഇഞ്ചുറീസ് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ അവർ പറയാണ്, സ്റ്റഡി ഹാവ് ബീൻ ഇൻഡിക്കേറ്റ് ദാറ്റ് പേഴ്സൺ മാക്സിമം ഓക്സിജൻ അപ്ടേക്ക് എറോബിക് പവർ എന്ന് വെച്ചാൽ ഒരു അണ്ടർ വാട്ടർ ഡിമോളിനേഷൻ ഡ്രൈവർ ആണ് വിചാരിക്കും. അപ്പൊ അവര് ഓക്സിജൻ ഇൻടേക്ക് എത്രയായിരിക്കണം? അറ്റ്ലീസ്റ്റ് 2.5 times the amount needed or continuous base over an 8-hour shift. അത് പറയുന്നത് 8-hour ഷിഫ്റ്റിൽ 2.5 times ആയിരിക്കണം എന്ത് നമ്മളുടെ ഓക്സിജൻ ഇൻടേക്ക് എന്നാ പറയുക, അപ്ടേക്ക് എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു ജോബുകൾക്ക് ഓരോ രീതിയിൽ പറയുന്നതാണ്. ആസ് എ റിസൾട്ട് അങ്ങനെയാണെങ്കിൽ എ പേഴ്സൺസ് എബിലിറ്റി ടു പെർഫോം ദ ചലഞ്ചിങ് ജോബ് ഫോർ എ ഷോർട്ട് പീരീഡ്, ചില ആൾക്കാർക്ക് ഒരു ചെറിയൊരു ടൈമിലേക്ക് അത് ചെയ്യാനായിട്ട് പറ്റും, പക്ഷെ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ഡെയിലി ആ ഒരു ജോബ് ചെയ്യാൻ നമ്മൾ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി ആ ജോബ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി സ്ട്രെങ്ത് ഉള്ള വ്യക്തിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഹയർ ചെയ്യാനായിട്ട്. As a result, a person's ability to perform a challenging job for a short period of time does not inherently imply that they are fit to perform the same job all day. അപ്പൊ ഷോർട്ട് പീരീഡിലേക്ക് ചെയ്യുന്നത് അത്ര ഈസി അല്ല, പക്ഷെ അത് ലോങ് ടൈമിലേക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കേപ്പബിൾ ആയിട്ട് എന്തെങ്കിലും വേറെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് അവരെ ഹയർ ചെയ്യാനായിട്ട്. അപ്പൊ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഹയർ ചെയ്യാനായിട്ട്. അത് പ്രത്യേകിച്ച് ഇതേപോലുള്ള ഫോഴ്സ്, ഫയർ ഫോഴ്സ്, എക്സ്ട്രാ സ്ട്രെങ്ത്തും ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ട ജോബുകൾക്ക്. It is possible to assemble a series of valid physical tests. അപ്പോൾ ഓരോ ജോബിനും അതിൻ്റെതായ വാലിഡ് ആയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. The technique is based on the detailed job analysis followed by department of accurate stimulation of the job activity. ഓരോ ജോബ് ആക്ടിവിറ്റിയും അനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ജോബ് അനുസരിച്ച് അവർക്ക് കണ്ടക്ട് ചെയ്യുന്ന ഫിസിക്കൽ എക്സാമിനേഷൻ ഡിഫറെന്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു ഫയർ ഫൈറ്ററിന്റെ കേസ് ആണെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ആ ഒരു എമർജൻസി ഹാൻഡിൽ ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. സോ അങ്ങനെ ഫയർ ഫൈറ്റർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇപ്പൊ ഇതിൽ പറയുന്നത് 175 pounds ഓഫ് പേഴ്സണെ, ഒരു അത്രയും വെയിറ്റ് ഉള്ള ഒരു വ്യക്തിനെ നമ്മൾ സ്റ്റെയറിലൂടെ താങ്ങി എടുത്തുകൊണ്ട് വരാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. ഇനി ആംഡ് പോലീസ് ആണെന്ന് വിചാരിക്കും, ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയാ, നമ്മള് ബുള്ളറ്റ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, ബോഡി ആർമർ ഗിയറും കാര്യങ്ങളൊക്കെ വിയർ ചെയ്തുകൊണ്ട് ഒത്തിരി സ്പീഡില് എന്താ പറയുമ്പോ കള്ളനെയോ അല്ലെങ്കിൽ ചേസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വേണം. അത്രയും ദൂരം ഓടാനൊക്കെ ഉള്ള കപ്പാസിറ്റി വേണം. സാധാരണ ഫൈറ്ററിന്റെ കേസിൽ വെയിറ്റ് അവർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ പോലീസിന്റെ കേസിലാണെങ്കിൽ അവർക്ക് റണ്ണിങ് സ്പീഡ് കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. സാധാരണ കോമൺലി കണ്ടക്ട് ചെയ്യുന്ന ഈ പോലീസിലേക്കും ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ ഉള്ള ജോബുകളിൽ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് അവർ എക്സാമ്പിളായിട്ട് പറയുന്നത്. Just a firefighter example would have to be dragged a 175 pounds of a person drawn a flight of stairs. സ്റ്റെയറിലൂടെ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ചുമന്നുകൊണ്ട് വരാനായിട്ട് അദ്ദേഹത്തിന് കപ്പാസിറ്റി വേണം, അത്രയും ആരോഗ്യം വേണം, ഫിസിക്കൽ ഫിറ്റ്നസ് വേണം. A cop might have to run a mile faster than an offender he or she is chasing while hearing. ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് ഓഫീസർ ഒത്തിരി സ്പീഡിൽ മൈൽസ് ഫാസ്റ്റർ ആ ഒരു ഒഫൻഡർ അല്ലെങ്കിൽ ആ ഒരു കുറ്റവാളിയേക്കാൾ കൂടുതൽ സ്പീഡിൽ ഓടാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതേ സമയത്ത് അദ്ദേഹം ചിലപ്പോൾ വിയറിംഗ് 10 pounds ഓഫ് ഗിയർ ആൻഡ് ബോഡി ആർമർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇടാറില്ലേ, ബുള്ളറ്റ് പ്രൂഫ് അല്ലല്ലോ, ബോഡി ആർമർ കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ചിലവര് പോലീസിന്റെ ഫോഴ്സ് ആ ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മള് സമരങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ആ ബോഡി ആർമറും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ യൂസ് ചെയ്ത് തന്നെ അവർക്ക് ആ ഒരു ഒഫൻഡറിനെ ചേസ് ചെയ്ത് പിടിക്കാനുള്ള സ്ട്രെങ്ത് വേണം. കാരണം വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് കൂടെ കൊണ്ടുപോയി അവർക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റണം. It is also possible to use proactive method for evaluating validation. അതേപോലെ നമ്മള് പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളും ഫിസിക്കൽ ഫിറ്റ്നസിന്റെ സമയത്ത് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തേം വേണം. ഒബ്ജക്റ്റീവ് മെഷർമെന്റ് ഓഫ് സാധാരണയായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മെഷർമെന്റ്സ് ഒക്കെയാണ് നോക്കുന്നത്. ഹാർട്ട് റേറ്റ്, ഓക്സിജൻ അപ്ടേക്ക് ആൻഡ്
other health metrics amongst the current employees can also include in the process. അപ്പോൾ ഒബ്ജക്റ്റീവ് മെഷർമെന്റിൽ ഇത്രയും കാര്യങ്ങൾ നോക്കാറുണ്ട്. കറന്റ് എംപ്ലോയീസിന്റെ ഇതേപോലെ മെഷർമെന്റ് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാ പറയുന്നത്. ദിസ് നോളജ് ഷുഡ് ബി ബേസ്ഡ് ഫോർ സെലക്ടിംഗ് ടെസ്റ്റ് ഓഫ് എൻഡ്യൂറൻസ്, ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, എറോബിക് എബിലിറ്റി. അപ്പൊ ഇതില് ആ ഒരു സജഷൻ എന്താ, അവരുടെ ഫ്ലെക്സിബിലിറ്റി, അവരുടെ ബോഡി മൂവബിൾ കാര്യങ്ങൾ ഫ്ലെക്സിബിൾ ആണോ എന്നുള്ള കാര്യം നോക്കും. സ്ട്രെങ്ത്, അവർക്ക് അത് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടോ. എറോബിക് അബിലിറ്റി, നമ്മൾ ഓക്സിജൻ അപ്ടേക്ക് എങ്ങനെയാണ്. ആസ് വെൽ ആസ് ടു ഡിറ്റർമിൻ കട്ട് ഓഫ് പോയിന്റ്. ഇതിന് കട്ട് ഓഫ് പോയിന്റ് ഉണ്ടാകും. കാരണം ഇത് കട്ട് ഓഫ് പോയിന്റ് വെക്കും. എന്നിട്ട് ഇതിൽ എബോ ആയവർ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. ഫ്രീക്വന്റ് ഫിസിക്കൽ ടെസ്റ്റിംഗ് നെഗറ്റീവ്ലി ഇമ്പാക്ട് ഫീമെയിൽ കാൻഡിഡേറ്റ്സ്. സാധാരണയായിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഈ ഫിസിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത്തിരി ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഫീമെയിൽസിന് ഫിസിക്കൽ എബിലിറ്റി കുറവാണെന്ന് ഉള്ളതാണ് കാര്യം. കാരണം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മെയിൽസിന്റെ പോകുന്ന വെച്ചാൽ അതേപോലെയാണ് അവർ ഉള്ളത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സ്ട്രെങ്ത്തും, ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ അറ്റാക്ക് ചെയ്യാനും പറ്റും മെയിൽസിന്. പക്ഷെ ഫീമെയിൽസ് നമ്മൾ കുറച്ചുകൂടി വീക്ക് ആയിട്ടുള്ളവരാണ്. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ഫോഴ്സിലേക്കൊക്കെയുള്ള ജോബ് ആണെങ്കിൽ ഞങ്ങൾക്ക് റണ്ണിങ്ങിന്റെ ആ ഒരു എന്താ പറയുക കിലോമീറ്ററും കാര്യങ്ങളും വ്യത്യാസമുണ്ട്. ഫീമെയിൽസിന് കുറച്ച് പുറകിലാണ് മെയിൽസിനേക്കാൾ. അതുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിംഗിൽ ഫീമെയിൽസ് ചിലപ്പോൾ വീക്ക് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് കട്ട് ഓഫ് പോയിന്റ് കുറവായിരിക്കാറാണ് പതിവ്. കാരണം മെയിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിസിക്കൽ എക്സാമിനേഷന്റെ കട്ട് ഓഫ് പോയിന്റ് ഫീമെയിൽസിന് കുറവാണ്. Therefore, the employer should carefully establish and determine the validity and cut off score of the test. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഒരേപോലെ കട്ട് ഓഫ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് പറ്റില്ല. ആ ഒരു രീതിയിൽ ഫീമെയിലും മെയിലിനും സെയിം കട്ട് ഓഫ് പോയിന്റ് ആണെങ്കിൽ ചിലപ്പോൾ മെയിലിന് മാത്രമേ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫീമെയിൽസിന് കട്ട് ഓഫ് പോയിന്റ് കുറവാണ്. സാധാരണ എക്സാമുകൾക്ക് PSC എക്സാമിനൊക്കെ സാധാരണ നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകൾക്ക് കട്ട് ഓഫ് പോയിന്റ് കുറവായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുക. വുമൺ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ വുമൺ CPO എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫിസിക്കൽ സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ആണ് പറഞ്ഞത്. അതിന് എക്സാമ്പിൾ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. ബാക്കിയൊക്കെ ഒന്ന് നോക്കുക. ഒന്ന് റീഡ് ചെയ്ത് എന്താണ് സ്ട്രെങ്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നുള്ളത്. റീഡ് ചെയ്തോ? മനസ്സിലാവുന്നുണ്ടോ?
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറയുന്നത്? ടെസ്റ്റുകൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. എന്റെ റെസ്പോൺസ് കുറയുമ്പോഴേ എനിക്കൊരു ഡൗട്ട്, ഞാൻ പറയുന്നത് സ്പീഡാണോ അല്ലെങ്കിൽ മനസ്സിലാവാത്താണോ? റെസ്പോൺസ് കുറയരുത്, കുറച്ച് പേരുള്ളെങ്കിലും ഒന്ന് കൺവൈൻസ് ചെയ്ത്. ഓക്കെ, ഇനി HIV എന്താണെന്ന് അറിയാമോ? നമ്മൾ കേട്ടിട്ടുള്ള അസുഖമാണ് HIV എന്ന് പറയുന്നത്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഡിസോർഡർ, അല്ലെങ്കിൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ HIV അസുഖമുള്ളവർ അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിതരിലൊപ്പം വർക്ക് ചെയ്യാൻ ഇന്ന് എല്ലാ എംപ്ലോയീസും ഉണ്ടാകും. ഡിസ്ക്രിമിനേഷൻ ഇന്ന് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ HIV പേഷ്യൻസിന്റെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ട് ഒത്തിരി ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട് അവരോട്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ കാണിക്കേണ്ടതാണെങ്കിൽ പോലും എല്ലാ എംപ്ലോയീസും അങ്ങനെ ആവണമെന്നില്ല. അവർക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യം കാണിക്കണമെന്നില്ല. കാരണം മേ ബി ചില എംപ്ലോയീസ് അങ്ങനെ പറയാറുണ്ട്, വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അത് ഇപ്പൊ HIV ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ അവർ ആ ജോബ് ബഹിഷ്കരിക്കുക അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ HIV അല്ലെങ്കിൽ എയ്ഡ്സ് ടെസ്റ്റിംഗ് ചില കമ്പനീസ് കമ്പൽസറി ആക്കുന്നുണ്ട്. Due to care in being taken by the employer for recruiting candidates having AIDS ഒക്കെ ഉള്ള candidates റിക്രൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, the candidates current Human Rights Commission policy states that the commission would not consider being HIV or AIDS free as bona fide occupational necessity. എന്ന് വെച്ചാൽ ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോലും പറയുന്നുണ്ട് അങ്ങനെ അസുഖമുള്ളവരെ കമ്പൽസറി ആയിട്ട് ജോലിക്ക് കയറ്റണം എന്ന് പറയുന്നില്ല എന്നാ പറയുന്നത്, നോട്ട് കൺസിഡേർഡ് എന്നാ പറയുന്നത്. Or bona fide justification unless it can be proved that being free from HIV or AIDS is essential for effective productive and consistent performance of a job or to receive programs or service. ശരിക്കും പറഞ്ഞാൽ ഈ അസുഖമുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവായിരിക്കും, പല പല അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രോപ്പറായിട്ട് അവർ അസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പോലും അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കണമെന്ന് നിർബന്ധം പറയാത്തത്. Canadian Medical Association does not support HIV or AIDS testing. Canadian Medical Association HIV testing, AIDS testing support ചെയ്യുന്നില്ല. According to them, these tests should be only performed in the situation where such a medical condition may impact the job performance of the candidates. ഇവര് പറയുന്നത് HIV ടെസ്റ്റും AIDS ടെസ്റ്റും ഒക്കെ ഡിസ്ക്രിമിനേഷൻ ആണ് കാരണമാകുന്നത്. അത് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. കാരണം ആ ഒരു കാൻഡിഡേറ്റ്സിന് ജോബ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, ഞാൻ പറഞ്ഞ പോലെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. അപ്പൊ അവർക്ക് ആ ജോബ് ചെയ്യാൻ പറ്റുന്നില്ല, ജോബ് പെർഫോമൻസിന് അത് അഫക്ട് ചെയ്യണമെങ്കിൽ മാത്രം ആ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നാണ് കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നത്. പക്ഷെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കണമെന്ന് നിർബന്ധമില്ല, നോട്ട് കൺസിഡേർഡ് എന്നാ പറയുന്നത്. പക്ഷെ അവർ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്ലേസിലേക്ക് വന്നിരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തില് ഈ ഒരു അസുഖം ഉണ്ട്. ചിലപ്പോ നമ്മൾ വിചാരിക്കുന്ന പോലെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള അസുഖം കേൾക്കുമ്പോൾ അവരെ ഒരുപാട് അകലം പാലിക്കുന്നു, ഫാമിലിനെ ഒറ്റപ്പെടുത്തുന്നു, അവരുടെ കുട്ടികളെ നമ്മളെ കുട്ടികളോടൊപ്പം പഠിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോ ഒന്നും അറിയാത്ത പാവം ആൾക്കാർ ബൈ ആക്സിഡന്റിലൂടെ പോലും ഈ HIV എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബൈ ആക്സിഡൻസ് ചിലപ്പോ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല, പണ്ട് അങ്ങനെയായിരുന്നു. ബ്ലഡ് കറക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരാൾ യൂസ് ചെയ്ത അതേ രീതിയിൽ മറ്റൊരാൾ യൂസ് ചെയ്യുമ്പോഴോ ഒക്കെ അങ്ങനെ അവർ പോലും അറിയാതെ അസുഖം സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരു റിപ്പോർട്ട് വായിച്ചതാണ്, ഒരു പ്ലേസില് ഒത്തിരി പേര് ഈ അസുഖമായിട്ട് റിലേറ്റഡ് അസുഖമായിട്ട് റിപ്പോർട്ട് ഒരുപാട് കേസ് എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്തു. അപ്പൊ അവിടുത്തെ ഡോക്ടർ സംശയം തോന്നിയിട്ട് എയ്ഡ്സ് ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഇമ്മ്യൂണിറ്റി പ്രശ്നമായിട്ട് റിപ്പോർട്ട് ചെയ്ത എല്ലാ പേഷ്യൻസിനും എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തു. അത് അന്വേഷിച്ച് വന്നപ്പോ ഇവരെല്ലാവരും ടാറ്റു ചെയ്ത സ്ഥലം സെയിം ആണ്. ടാറ്റു ചെയ്ത സ്ഥലം സെയിം ആണ്. ആ ടാറ്റു ഏജന്റ്, ടാറ്റു ചെയ്ത ആള് നീഡിൽ ചേഞ്ച് ചെയ്യാറുണ്ടായിരുന്നില്ല. ഒരാൾക്ക് കുത്തിയെ നീഡിൽ യൂസ് ചെയ്തല്ല, ലോ കോഴ്സിൽ ചെയ്തു കൊടുത്തിരുന്നതാണ്. എല്ലാവർക്കും അതേ നീഡിൽ യൂസ് ചെയ്ത് ടാറ്റു ചെയ്തത്. അപ്പൊ അതിലൂടെയാണ് അവർക്ക് HIV സ്പ്രെഡ് ചെയ്യുന്നത്.
ആലോചിച്ച് നോക്കി, ഒന്നും ആകത്തില്ല, ഒരു ടാറ്റു ചെയ്യുന്നതാണ് ലൈഫിൽ. ആഗ്രഹിച്ചിട്ടായിരിക്കും ചില ആൾക്കാർ ടാറ്റു ചെയ്യുന്നത്. ടാറ്റു ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹത്തോട് പോയി ടാറ്റു ചെയ്യുക. പക്ഷെ ഈ അസുഖം വന്നു, അവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ജോബിൽ നിന്ന് മാറ്റി നിർത്താം? അപ്പോ അതൊരു ഡിസ്ക്രിമിനേഷൻ ആണ്. എന്റെ അഭിപ്രായത്തിൽ എയ്ഡ്സും HIV കണ്ടക്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ചില ഓർഗനൈസേഷൻസ് അത് കമ്പൽസറി പറയുന്നുണ്ട്, എയ്ഡ്സ് HIV ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുള്ളത്. നിങ്ങൾ റീഡ് ചെയ്ത് നോക്കട്ടോ. ചെയ്തോ? ഇനി നെക്സ്റ്റ് ടെസ്റ്റ് ആണ് ജനറ്റിക് ടെസ്റ്റ്. According to Health Law Institute at the University of Alberta, almost 24% of genetic specialists believed that the employers should have to assess an employee confidential medical record in order to determine whether the employee is likely to develop a genetic disease that could be costly to the employer. ചില സ്ഥാപനങ്ങളിൽ നമ്മൾ എന്താ പറയാ, ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന മെഡിക്കൽ എക്സ്പെൻസ് ഫുള്ളും ആര് മീറ്റ് ചെയ്യും? എംപ്ലോയർ മീറ്റ് ചെയ്യും. ഈ നമ്മള് പറയുകയാണെങ്കിൽ ടാറ്റയുടെ കമ്പനി ഉണ്ടല്ലോ, അപ്പം ആ ഒരു കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിലുള്ളവർക്ക്, ഗുജറാത്ത് ആ ഒരു ഭാഗത്ത് അവർക്കുള്ളവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണ്, അവർക്ക് എൻ്റെയർ കോസ്റ്റുകൾ നമ്മള് ഗവൺമെന്റ് ജോബ് കിട്ടുന്ന പോലെ തന്നെയാണ് അവർക്ക് ഈ ഒരു കമ്പനിയിൽ ജോലി കിട്ടുന്നത്. അവരുടെ എല്ലാ ചെലവും കാര്യങ്ങളും ഈ ഒരു കമ്പനി എന്തെങ്കിലും വഹിച്ചോളും. മെഡിക്കൽ എക്സ്പെൻസ്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ചെലവുകൾ, എൽഡർ പാരന്റ്സ് ഉണ്ടാവും, മുതിർന്ന പാരന്റ്സിന്റെ മെഡിക്കൽ എക്സ്പെൻസ് എല്ലാം കിട്ടും. അപ്പൊ അവർക്കതൊരു ഹാപ്പിയാണ്. പിന്നെ മിക്ക ഓർഗനൈസേഷനും അങ്ങനെയുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. അപ്പോ എംപ്ലോയീസിന് ഇങ്ങനെ ബെനിഫിറ്റ്സ് കൊടുക്കണമെന്നുണ്ട്. എന്തെങ്കിലും മെഡിക്കൽ എമർജൻസീസ് വരാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് കാര്യങ്ങളും പൈസ കൊടുക്കണം, അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യണം, കൊടുക്കണം. അപ്പോ മിക്ക എംപ്ലോയേഴ്സും എന്ത് ചെയ്യും, ഈ എംപ്ലോയിയുടെ മെഡിക്കൽ റെക്കോർഡ്സ് പ്ലസ് എംപ്ലോയിയുടെ ജനറ്റിക് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അവരെന്ത് ചെയ്യും, ഡിറ്റർമിൻ ചെയ്യും. എന്തെങ്കിലും ഉണ്ടോ എന്നറിയും. ജനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടുന്ന അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കാരണം അത് മേ ബി എംപ്ലോയർക്ക് കോസ്റ്റ് ബേർഡൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എംപ്ലോയർക്ക് അതൊരു ബേർഡൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, ജനറ്റിക് ഡിസീസ് കാരണം. ഇപ്പോ എംപ്ലോയിയുടെ പാരന്റ്സിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സിനും പാരന്റ്സിനൊക്കെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ എംപ്ലോയിക്കും ഒരു ഏജ് കഴിയുമ്പോൾ ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമുക്കൊരു ബേർഡൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അവർ ശ്രദ്ധിക്കും. നോക്കാം. Genetic testing is a continuous issues that propose screening or monitoring of the job applicant for the genetic processing of the illness caused by various workplace chemicals or substances. ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് ജനറ്റിക് ഇങ്ങനെ കാഴ്ചയ്ക്ക് പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഈ കെമിക്കൽസ് മറ്റ് സബ്സ്റ്റൻസ് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സപ്പോസ് ഇപ്പൊ ആസ്മ ഉള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. ആസ്മ ഉള്ളൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് കോട്ടൺ പ്ലാന്റുകൾ ഉണ്ടല്ലോ, കോട്ടന്റെ പ്ലാന്റുകളിൽ ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളുണ്ട്. അത് ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹെൽത്ത് കുറച്ചുകൂടി മോശമാവുള്ളൂ. അതേപോലെ തന്നെ കുട്ടികളെയും 14 വയസ്സിന് മേലുള്ളവരാണ് ഉദ്ദേശിക്കുന്നത്. കുട്ടികളെയും സ്ത്രീകളെയും ഇതേപോലുള്ള പ്ലാന്റുകളിൽ വർക്ക് ചെയ്യാനാണ് അവർ ചെയ്യാറില്ല. കാരണം എന്താണ്, അത് അവർക്ക് അൺഹെൽത്തി ആണ്. അപ്പോൾ ജനറ്റിക് ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന വെച്ചാൽ ഇതേപോലുള്ള അസുഖമുള്ള ആസ്മ പോലുള്ള അസുഖങ്ങൾ അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
Genetic monitoring is used to allow workers to the workplace toxic. വർക്ക് പ്ലേസിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ജനറ്റിക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ പറയും കാൻഡിഡേറ്റ്സിനോട് ഞങ്ങൾ നിങ്ങളെ റിജക്ട് ചെയ്യണം, കാരണം ഞങ്ങളുടെ കമ്പനിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഇതേപോലത്തെ പൊടിയും കാര്യങ്ങളും ഒരുപാട് ഇൻടേക്ക് ചെയ്യുന്നതിന് വരും, അത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ റിസ്ക് അല്ലെങ്കിൽ ജോബിൽ എടുക്കാത്തത് എന്ന് പറയും. However, genetic screening is used to identify hereditary disease to the workplace of that. നമുക്ക് ചിലപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അസുഖങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. It can also be used as a pre-employment test to reduce the risk of an employee. Employment risk കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു pre-employment test ആയിട്ട് ഇത് കണ്ടക്ട് ചെയ്യാറുണ്ട്. For example, those workers who have an inherited sensitivity will not be hired at ലൈക്ക് ബാറ്ററി പ്ലാന്റ്. അപ്പം അവർക്ക് എന്തെങ്കിലും ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ബാറ്ററി പ്ലാന്റ്സിലൊക്കെ ഒന്നും അവർ എന്ത് ചെയ്യില്ല, ഹയർ ചെയ്യില്ല. അതൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഈ കോട്ടന്റെ പ്ലാന്റുകൾ ഉണ്ടാവും, കോട്ടൺ ക്ലോത്ത് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, കോട്ടൺ ക്ലോത്ത് ഒക്കെ ആയിട്ട് പ്ലാന്റ് ഉണ്ടാവും. അങ്ങനത്തെ പ്ലാന്റുകളിൽ ആസ്മ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമുള്ളവർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി പേഴ്സ് ആവും അവരുടെ കണ്ടീഷൻ. അങ്ങനെയുള്ള എംപ്ലോയീസിനെ ആ പ്ലാന്റുകളിൽ ഹയർ ചെയ്യാറില്ല. അതേപോലെ സ്ത്രീകളെയും കുട്ടികളെയും അവർ ഹയർ ചെയ്യാറില്ല, കാരണം അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ജനറ്റിക് ടെസ്റ്റിംഗ് ഒന്ന് വായിച്ചേ. റീഡേഴ്സ് നോക്കിയോ? റീഡ് പറയണം കേട്ടോ. റീഡ് ചെയ്ത് നോക്കിയോ? ഞാൻ നെക്സ്റ്റ് പോയിന്റ് എടുത്തോട്ടെ.
നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഈ ഒരു പോയിന്റ് ഈ ഒരു പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. ഫിസിക്കൽ എക്സാമിനേഷനെ കുറിച്ചിട്ടുള്ള പോർഷൻ കംപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. ഇറ്റ് എലിമിനേറ്റ്സ് ദ കാൻഡിഡേറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഫിസിക്കലി ഏബിൾ ടു പെർഫോം ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് ദ ജോബ്. ഫിസിക്കൽ എക്സാമിനേഷന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എലിമിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിജക്ട് ചെയ്യുക. who are not capable of performing the job. ആ ജോബ് ചെയ്യാൻ പറ്റാത്ത കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. Existing disabilities are discovered by physically examine the candidates. അദ്ദേഹത്തിന് ഓൾറെഡി ഡിസബിലിറ്റീസ് എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് അവരെ ഫിസിക്കലി എക്സാമിൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റും. At the time of hiring, it helps the organization to gather information related to the employee's health. നമുക്ക് ആ ഹയർ ചെയ്യുന്ന സമയത്ത് ആ എംപ്ലോയിയുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. The main objective behind the physical examination is to save the company from various legal and ethical matters related to workman compensation. നമുക്കറിയാം എല്ലാ കമ്പനീസും വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിന് കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ടാണ്. അവർക്ക് ഈ ജോബ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരാണെങ്കിൽ അതിന് ഫുൾ ചെലവും കാര്യങ്ങളും ഏറ്റെടുക്കുന്ന കമ്പനി ഏറ്റെടുക്കും. സോ നമ്മൾ ഇവിടെ ഫസ്റ്റ് തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ടാണ് ഹയർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഓൾറെഡി ഈ അസുഖം ഉണ്ടായിരുന്നു അല്ലെ, അപ്പൊ നമുക്ക് കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരില്ല. നമ്മൾ അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തം താല്പര്യത്തിൽ മാത്രം ഈ ജോബ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് അവരെ റിജക്ട് ചെയ്യാം. നമ്മുടെ കമ്പനിക്ക് ബർഡൻ ആവാത്ത രീതിയിൽ നമുക്ക് അവരെ റിജക്ട് ചെയ്യാൻ പറ്റും. Those infected with a deadly disease are excluded from recruitment. Deadly disease ഒക്കെ ഉള്ള അസുഖങ്ങളുള്ള ആൾക്കാർ നമുക്ക് ഈ ഒരു അവരെ എന്താ പറയാ റിക്രൂട്ട് ചെയ്തതിൽ നിന്ന് പിന്മാറാൻ പറ്റും. If protect job applicants from performing the job. Job applicants ആ ജോബ് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് അവരെ പെർഫോം ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. കാരണം ദാറ്റ് ആർ ഡേഞ്ചറസ് ആൻഡ് പ്രെജുഡിഷ്യസ് ടു ദർ ഹെൽത്ത്. ചില എംപ്ലോയീസ് ആ ജോബ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വരും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഈ ജോബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാം ഓരോ ജോബും ആ ഒരു ജോബിന്റെ നേച്ചർ അനുസരിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ആ ജോബ് ചെയ്യാൻ പറ്റുക. ഹെൽത്ത് ഇഷ്യൂസ് ഏതെല്ലാം ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കായിരിക്കും ആ ജോബ് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. It assists in placing the candidates in accordance with their health issue. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അവരെ എന്തെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്താ പറയാ ഔട്ട്ഡോർ ജോബ് കൊടുക്കാതെ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്സും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. For example, a candidate with chronic bronchitis will be placed in a job with less exposed to high level of dust or irritating fumes. ഇപ്പോ ക്രോണിക് ആയിട്ടുള്ള ബ്രോങ്കൈറ്റിസ് ചുമ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ക്ഷയം പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ഹൈ ഡസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബുകൾ, ഹൈ ലെവൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ജോബുകൾ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ അവർക്ക് അവരുടെ ഹെൽത്തിന് ഓക്കെ ആവുന്ന രീതിയിലുള്ള ജോബുകൾ അവർക്ക് പ്രിഫർ ചെയ്യാം. അങ്ങനെയുള്ള ജോബുകൾക്ക് നമുക്ക് ഹയർ ചെയ്യാം. അപ്പൊ സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ പറഞ്ഞത് ഫസ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന അൺക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഫിസിക്കലി ഏബിൾ ടു പെർഫോം ദ ജോബ്. ആ ഒരു വ്യക്തിക്ക് ജോബ് ഫിസിക്കലി പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ എക്സിസ്റ്റിംഗ് ഡിസബിലിറ്റീസ് മനസ്സിലാക്കാനും അതനുസരിച്ച് അവർക്ക് വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുക്കാനും നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നു. വർക്ക്മാൻ കോമ്പൻസേഷൻ എക്സ്പെൻസുകൾ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാരെ നമ്മൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അവർ നമുക്ക് ഇതിനെ പറ്റും ഫസ്റ്റ് തന്നെ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡെഡ്ലി ഡിസീസ് ഒക്കെ ഉള്ളവരെ നമുക്ക് റിക്രൂട്ട് ചെയ്യാതിരിക്കാൻ നോക്കാം. അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോബുകളും കാര്യങ്ങളും പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നേരത്തെ നമുക്ക് അവർ ഇൻഫോം ചെയ്യാം. പിന്നെ കാൻഡിഡേറ്റ്സിന്റെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും അവരുടെ ഹെൽത്ത് ഇഷ്യൂ അനുസരിച്ചിട്ടുള്ള ജോബുകളിലേക്ക് അവരെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ റിലേറ്റഡ്
ഓക്കെ, അപ്പൊ നിങ്ങൾ വായിച്ച് നോക്കാം. ഫിസിക്കൽ എക്സാമിനേഷന്റെ ബാക്കിയുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ഏതൊക്കെ ടൈപ്പാണെന്ന് നോക്കാം. 4 ടൈപ്പ് നന്നായിട്ട് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am.